എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്തുകൊണ്ട് ഇതാ ക്രിസ്മസ് കാലം വന്നെത്തി. ക്രിസ്മസ് ക്രിസ്ത്യാനികളുടെ മാത്രം ആഘോഷമല്ല. ക്രിസ്മസ് ലോകം മുഴുവൻ്റെയും ആഘോഷമാണ്. കാരണം ക്രിസ്തു പിറന്നിരിക്കുന്നത് ക്രിസ്ത്യാനികളെ മാത്രം രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ലോകം മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു പിറന്നിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുമസ് എല്ലാ മനുഷ്യരുടെയും ആഘോഷമാണ്. നമുക്കറിയാം, പല അക്രൈസ്തവ കുടുംബങ്ങളിലും ക്രിസ്മസ് വരുമ്പോൾ നക്ഷത്രങ്ങൾ തൂക്കിയിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അക്രൈസ്തവ സഹോദരങ്ങൾ ക്രിസ്മസ് കരോൾ നടത്തുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ പ്രസക്തമാണ്. കാരണം ക്രിസ്തു വന്നിരിക്കുന്നത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇടവകകളിൽ ഇരിക്കുന്ന അവസരത്തിൽ ക്രിസ്മസ് കാലത്ത് വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകാറുണ്ട്. അങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഓരോ വീടുകളുടെ മുറ്റത്തും കൊച്ചു കുട്ടികളിരുന്ന് പുൽക്കൂടുണ്ടാക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നടന്നു പോകുമ്പോൾ ഒരിക്കൽ ഒരു വീടിന്റെ മുന്നിൽ കുട്ടികളെ കണ്ടില്ല പുൽക്കൂടുണ്ടാക്കുന്നത്. ഒരു കുട്ടി അവിടെ വീടിന്റെ ആ തിണ്ണയിൽ അവിടെ ഇരിക്കുന്നുണ്ട്, റോട്ടിലേക്ക് നോക്കി. അപ്പൊ ഞാൻ റോട്ടിൽ നിന്ന് ആ കുട്ടിയോട് വിളിച്ചു ചോദിച്ചു, മോനെ, നീ പുൽക്കൂട് കെട്ടുന്നില്ലടാ. ഉടനെ ആ കുട്ടി എന്നോട് പറഞ്ഞു, അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അച്ചോ, പുൽക്കൂട് ഉള്ളിലാ. ആ കൊച്ചുദ്ദേശിച്ചത് വീടിന്റെ അകത്താണ് പുൽക്കൂട് കെട്ടുന്നതെന്നാണ്. പക്ഷെ ആ കൊച്ചു പറഞ്ഞ വാചകം പുൽക്കൂട് ഉള്ളിലാ. അത് വളരെ പ്രസക്തമാണ്. ക്രിസ്മസ് വരുമ്പോൾ നമ്മൾ പുൽക്കൂട് പ്രധാനമായും കെട്ടേണ്ടത് നമ്മുടെ ഉള്ളിലാണ്, ഹൃദയത്തില്. എങ്ങനെയാണ് ഹൃദയത്തില് പുൽക്കൂട് കെട്ടുക? ഹൃദയത്തില് പുൽക്കൂട് കെട്ടാനായിട്ട് ഞാനൊരു ടെസ്റ്റ് പറഞ്ഞു തരാം. TWD ടെസ്റ്റ് എന്ന് പറയും. TWD ടെസ്റ്റ്, തോട്ട്സ്, വേർഡ്സ്, ഡീഡ്സ്. ഇത് പരിശോധിക്കുക. എൻ്റെ ചിന്തകൾ എങ്ങനെയാണ്, എൻ്റെ വാക്കുകൾ എങ്ങനെയാണ്, എൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ്, അത് ചിന്തിച്ചുകൊണ്ട് അതിലെ പോരായ്മകൾ കണ്ടെത്തി തിരുത്തുക. അങ്ങനെ എൻ്റെ ഹൃദയം ഒരുക്കി ഈശോയ്ക്ക് എൻ്റെ ഉള്ളില് വസിക്കാനായിട്ട് അവസരം സൃഷ്ടിക്കുക. ഈ TWD ടെസ്റ്റ് നടത്തുമ്പോൾ അല്പം റേഞ്ച് കൂടുതലാണെന്ന് കണ്ടാൽ ഉടനെ സെൽഫ് കൺട്രോൾ ടാബ്ലറ്റ്സ് കഴിക്കണം. സ്വയം നിയന്ത്രിച്ചുകൊണ്ട്, ആത്മനിയന്ത്രണം. ഇനി റേഞ്ച് കുറച്ചുകൂടി കൂടുതലാണെന്ന് കണ്ടാൽ കൺഫഷൻ ടാബ്ലറ്റ്സ് കഴിക്കണം. കുംഭസാരം എന്ന കുദാശയിലൂടെ അതിന് പരിഹാരം കണ്ടെത്തണം. ഇനിയും റേഞ്ച് കുറെ കൂടി കൂടുതലാണെന്ന് കണ്ടാൽ റിട്രീറ്റ് ടാബ്ലറ്റ്സിന് പോകണം. ധ്യാനങ്ങൾ കൂടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിച്ച് ഈശോയ്ക്ക് വസിക്കാവുന്ന അന്തരീക്ഷം എൻ്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കണം. അങ്ങനെ ആ കൊച്ചു പറഞ്ഞ പോലെ ഉള്ളില് പുൽക്കൂട് കെട്ടിക്കൊണ്ട് ഈശോയെ സ്വീകരിക്കാനായിട്ട് ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഞാന് ഒരു മഠത്തില് ചെന്നപ്പോഴ് അവിടെ സിസ്റ്റേഴ്സ് എപ്പോഴും പുൽക്കൂട് കെട്ടുന്നതിൽ സമർത്ഥരാണല്ലോ. സിസ്റ്റേഴ്സ് പുൽക്കൂട് കെട്ടിയിരിക്കുന്ന കണ്ടു. 4 അക്ഷരങ്ങൾ കൊണ്ടുള്ള പുൽക്കൂട്. തെർമോക്കോളില് എൽ എന്നൊരു അക്ഷരം വെച്ചിരിക്കുന്നു. തെർമോക്കോൾ കൊണ്ട് O എന്നൊരു അക്ഷരം ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ വി, പിന്നെ ഇ. അതില് O എന്ന അക്ഷരം തെർമോക്കോൾ കൊണ്ട് വലുപ്പത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുള്ളിലാണ് വൈക്കോലൊക്കെ വെച്ച് ഉണ്ണീശോയെ കിടത്തിയിരിക്കുന്നത്. ഭംഗിയായിരിക്കുന്ന പുൽക്കൂട്. 4 അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പുൽക്കൂട്. LOVE. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തന്റെ ഏകജാതന് നൽകാൻ തക്ക വിധം. അതെ, സ്നേഹമാണ് പുൽക്കൂടിനെ സൂചിപ്പിക്കുന്ന വാക്ക്. ലവ്, ഗോഡ്സ് ലവ്.
അതാ സിസ്റ്റേഴ്സ് വളരെ ഭംഗിയായിട്ട് ക്രിബിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. LOVE. ആ O എന്നുള്ള അക്ഷരത്തിന് ഉള്ളിൽ തന്നെ ഉണ്ണീശോയെ കെടുത്തുന്നതും ഞാൻ പ്രത്യേക അർത്ഥത്തോടെയാണ് നോക്കി കാണുക. O, സീറോ. തന്നെ സീറോ ആക്കിക്കൊണ്ടാണ് ദൈവമായി അവിടുന്ന് ലോകത്തിലേക്ക് വന്ന മനുഷ്യനായിട്ട് അവതരിച്ചത്. ആ സ്നേഹത്തിന്റെ മഹത്തായ അടയാളമാണ് പുൽക്കൂട്. നമ്മളും നമ്മുടെ ഉള്ളിലും ഈശോ വസിക്കണമെങ്കിൽ നമ്മൾ സീറോ ആകണം. നമ്മളെ തന്നെ ശൂന്യവൽക്കരിക്കണം. അഹങ്കാരവും ഞാനാണ് വലിയവനെന്ന ചിന്തയൊക്കെ വെടിഞ്ഞ എളിമയുടെ മനോഭാവം നമ്മൾ ഉളവാകുമ്പോഴാണ് ഈശോ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുക. ഓയുടെ ഉള്ളിലാണ് ഈശോ, മറക്കരുത്. ലവ് എന്ന വാക്കിന്റെ ഓ എന്ന അക്ഷരത്തിനുള്ളിലാണ് സിസ്റ്റേഴ്സ് ഉണ്ണീശോയെ കെടുത്തിയിരിക്കുന്നത്. സീറോ. നമുക്കറിയാം, പുൽക്കൂട് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? പൂജരാജാക്കന്മാരുണ്ടാവും പുൽക്കൂടിന്റെ ഉള്ളില്. പൊന്ന്, മീറ, കുന്തിരിക്കം. പൊന്ന്, മീറ, കുന്തിരിക്കം സമർപ്പിക്കുന്ന പൂജരാജാക്കന്മാര്. അത് അവിടെ കിടക്കുന്ന ഉണ്ണിയേശുവിന്റെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്കറിയാം. പൊന്ന് അവിടുന്ന് രാജാവാണെന്ന് വിളംബരം ചെയ്യുന്നു. കുന്തിരിക്കം അവിടുന്ന് പുരോഹിതനാണെന്ന് പ്രഖ്യാപിക്കുന്നു. മീറ അവിടുന്ന് ലോകം മുഴുവന് വേണ്ടി മരിക്കാനുള്ളവനാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ രക്ഷകൻ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി തന്റെ ജീവൻ ഹോമിക്കുന്നവനാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള മീറായും തന്നെ ബലിയർപ്പിക്കുന്ന ബലിയർപ്പകനും ബലിവസ്തു ഒന്നാണ്. ക്രിസ്തുവിന്റെ കാര്യത്തില് പുരോഹിതനാണ് ആ കിടക്കുന്ന ഉണ്ണിയേശു. സ്വർണം, അതെ, ആ ഉണ്ണിയേശു രാജാവാണ്, രാജാതിരാജനാണെന്ന് പ്രഘോഷിക്കുന്നു. ഈ പൊന്നും മീറയും കുന്തിരിക്കവും സമർപ്പിക്കുന്ന പൂജരാജാക്കന്മാരുണ്ട് പുൽക്കൂട്ടില്. ഇനിയും നക്ഷത്രം സൂചിപ്പിക്കും. നമുക്കറിയാം, പൂജരാജാക്കന്മാര് ബേത്ലഹേത്തെ പുൽത്തൊഴുത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ നക്ഷത്രം, ആ നക്ഷത്രം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ലോകമെമ്പാടും നക്ഷത്രങ്ങൾ തൂക്കിയിടുന്നത് ഈ ക്രിസ്മസ് കാലത്ത്. ഈ ക്രിസ്മസിന്റെ അവസരത്തില് എനിക്ക് പ്രധാനമായിട്ടും എന്നോട് നിങ്ങളോട് പങ്കുവെക്കാനുള്ളൊരു ചിന്ത ഇതാണ്. നമ്മൾ ഇന്ന് ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ് നക്ഷത്ര ദൗത്യം. എന്താണ് നക്ഷത്ര ദൗത്യം? മറ്റുള്ളവരെ യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. പൂജരാജാക്കന്മാര് എങ്ങനെയാണ് യേശുവിന്റെ പക്കൽ എത്തുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് അസ്വസ്ഥരായപ്പോൾ ഇതാ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നു. നക്ഷത്രം നീങ്ങുന്നതനുസരിച്ച് അവര് മുന്നോട്ട് നീങ്ങി. ബേത്ലഹേത്തെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നപ്പോൾ നക്ഷത്രം അവിടെ നിന്നു. ആ നക്ഷത്രത്തെ നോക്കിക്കൊണ്ടാണ് പൂജരാജാക്കന്മാര് ബേത്ലഹേത്തെ കാലിത്തൊഴുത്തിലെത്തിയത്, ഉണ്ണിയേശുവിനെ കണ്ട് ആരാധിച്ചത്. ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തില് നക്ഷത്ര ദൗത്യം ഏറ്റെടുക്കുന്നവരാകണം. മറ്റുള്ളവരെ യേശുവിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. മറ്റുള്ളവർ ഒരിക്കലും എന്നിലേക്ക് ആകർഷിക്കരുത്, അവരെ യേശുവിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. ഇനി നക്ഷത്രം കാണപ്പെടണമെങ്കിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രമായിരിക്കണം. ഞാനും നിങ്ങളും ഇന്ന് ഈ സമൂഹത്തില് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളായെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് മിന്നിത്തിളങ്ങുക? ഈശോ അതിന് വ്യക്തമായിട്ട് നമുക്ക് മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. പരസ്നേഹ പ്രവൃത്തികളാൽ മിന്നിത്തിളങ്ങണം. അപ്പോഴാണ് മറ്റുള്ളവർക്ക് എന്നെ കാണാൻ കഴിയുക. പരസ്നേഹ പ്രവൃത്തികളാൽ, എൻ്റെ സൽപ്രവൃത്തികളാൽ മിന്നിത്തിളങ്ങിക്കൊണ്ട് മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുന്ന നക്ഷത്ര ദൗത്യം ഏറ്റെടുക്കാൻ ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ക്രിസ്മസ് എല്ലാ മനുഷ്യരുടെയും ആഘോഷമാണ്. കാരണം ലോകം മുഴുവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നക്ഷത്രങ്ങൾ തൂക്കിയിടുന്നു.
പലയിടങ്ങളിലും അക്രൈസ്തവരും ക്രൈസ്തവരും ക്രിസ്മസ് കരോളുകൾ നടത്തുന്നു. വളരെ പ്രസക്തമാണത്. ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി വന്ന ഈശോ, ദൈവം ലോകത്ത് അത്രമാത്രം സ്നേഹിച്ചു, തന്റെ ഏകജാതന് നൽകാൻ തക്ക വിധം. യോഹന്നാൻ 3:16 മറക്കരുത്. അങ്ങനെ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി വന്ന യേശുവിന് വീട്ടുമുറ്റങ്ങളിൽ പുൽക്കൂടുകൾ കെട്ടിക്കൊണ്ട് സിംബോളിക്കായിട്ട് ഉണ്ണീശോയുടെ രൂപം പ്രതിഷ്ഠിക്കുന്ന നല്ലതാണ്, പള്ളിയിലും വീട്ടുമുറ്റങ്ങളിലൊക്കെ. പക്ഷെ അതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ളതാണ് കൊച്ചുകുട്ടി പറഞ്ഞത്, മറക്കരുത്. പുൽക്കൂട് ഉള്ളിലാണ് അച്ചോ, പുൽക്കൂട് ഉള്ളിലാണ് ആകേണ്ടത് അച്ചോ. ഞാൻ ഇങ്ങനെ കൂട്ടിച്ചേർക്കാണ് കൊച്ചുകുട്ടി പറഞ്ഞതിന്റെ കൂടെ. പുൽക്കൂട് ഉള്ളിലാണ് ആകേണ്ടത്. എങ്ങനെയാണ് ഉള്ളിൽ പുൽക്കൂട് കെട്ടുക? എൻ്റെ ഹൃദയത്തിൽ എങ്ങനെയാണ് പുൽക്കൂട് കെട്ടുക? TWD ടെസ്റ്റ് നടത്തിക്കൊണ്ട്, തോട്ട്സ് വേർഡ്സ് ഡീഡ്സ്. എൻ്റെ ചിന്തകള് എങ്ങനെയാണ്, എൻ്റെ വാക്കുകള് എങ്ങനെയാണ്, എൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ്? ഈശോയ്ക്ക് അകത്ത് കിടക്കാവുന്ന അന്തരീക്ഷമാണോ എൻ്റെ ഉള്ള്? ഞാൻ വിലയിരുത്തണം ഈ ക്രിസ്മസ് കാലത്ത്. അങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ഞാൻ പുൽക്കൂട് കെട്ടുക. എൻ്റെ ചിന്തകള്, എൻ്റെ വാക്കുകള്, എൻ്റെ പ്രവൃത്തികള്. ഈ TWD ടെസ്റ്റ് നടത്തുമ്പോൾ റേഞ്ച് ഒരല്പം കയറിയാണ് നിൽക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് മറക്കരുത്. സെൽഫ് കൺട്രോൾ ടാബ്ലറ്റ്സ് കഴിക്കണം, ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട്. എൻ്റെ ചിന്തകളെ, പ്രവൃത്തികളെ, വാക്കുകളെ ഞാൻ ക്രമപ്പെടുത്തണം. ഇനി കുറച്ചും കൂടി റേഞ്ച് കൂടുതലാണെങ്കിൽ കൺഫെഷൻ ടാബ്ലറ്റ്സ് കഴിക്കാൻ മറക്കരുത്. കുംഭസാരം എന്ന കുദാശയിലൂടെ എൻ്റെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ ക്രമീകരിക്കാൻ എനിക്ക് സാധിക്കണം. ഇനിയും കുറേയും കൂടി റേഞ്ച് കൂടുതലാണെങ്കിൽ മറക്കരുത്, സമയം കണ്ടെത്താൻ റിട്രീറ്റ് ടാബ്ലറ്റ്സ് കഴിക്കണം. 2-3 ദിവസം ശാന്തമായിട്ട് ഈ ജീവിത വ്യഗ്രതയിൽ നിന്ന് വിട്ടുമാറി എൻ്റെ ജീവിതത്തെ വിലയിരുത്താനും പോരായ്മകൾ കണ്ടെത്താനും തിരുത്താനും ഞാൻ തീരുമാനമെടുക്കണം. അങ്ങനെ TWD ടെസ്റ്റ് നടത്തിക്കൊണ്ട് സെൽഫ് കൺട്രോൾ ടാബ്ലറ്റോ അല്ലെങ്കിൽ കൺഫെഷൻ ടാബ്ലറ്റോ അല്ലെങ്കിൽ റിട്രീറ്റ് ടാബ്ലറ്റ്സോ കഴിച്ചുകൊണ്ട് ഞാൻ ഈശോയ്ക്കായിട്ട് പുൽക്കൂട് കെട്ടി ഒരുക്കി എൻ്റെ ഹൃദയത്തിൽ ഈശോയെ ഞാൻ കിടത്തണം. അപ്പോഴാണ് ക്രിസ്മസ് ആഘോഷം അർത്ഥവത്താവുക. സിസ്റ്റേഴ്സിന്റെ ആ പുൽക്കൂട്ടിലേക്ക് ഞാൻ നമ്മുടെ ശ്രദ്ധ ഒന്നുകൂടി കൊണ്ടുവരുന്നു. LOVE, അതിൽ O എന്ന അക്ഷരത്തിനുള്ളിലാണ് ഈശോയെ കെടുത്തിയിരിക്കുന്നത്. തന്നെ സീറോ ആക്കിക്കൊണ്ട്, ഞാൻ എന്ന ചിന്ത, അഹങ്കാര ചിന്ത വെടിഞ്ഞുകൊണ്ട്, എളിമയുടെ മനോഭാവം ഉൾക്കൊണ്ട്, ഞാൻ സ്വയം ശൂന്യവൽക്കരിച്ച് സീറോ ആയിക്കൊണ്ട് യേശുവിനെ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ സ്വീകരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ് പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണിയേശു. ആ ക്രിസ്മസ് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയണം. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ഏറ്റവും സമുചിതമായിട്ട് ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പുൽക്കൂട്ടിൽ കാണുന്ന പൂജരാജാക്കന്മാരെ നോക്കുമ്പോൾ പൊന്ന്, മീറ, കുന്തിരിക്ക നമ്മൾ ഓർക്കണം. യേശു രാജാവാണെന്നുള്ള ചിന്ത പകരുന്ന പൊന്ന്, സ്വർണം. യേശു നമുക്ക് വേണ്ടി മരിക്കാനിരിക്കുന്നവനാണെന്നുള്ള ചിന്ത പകരുന്ന മീറ. യേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കുന്ന പുരോഹിതനാണെന്നുള്ള തിരിച്ചറിവ് നൽകുന്ന കുന്തിരിക്കം. ഈ ഓർമ്മകള് ക്രിസ്മസ് കാലത്ത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇനിയും പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ നോക്കുക, മിന്നിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം. ആ നക്ഷത്രം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നക്ഷത്ര ദൗത്യത്തെ ഓർമ്മപ്പെടുത്തണം. ഞാനും നിങ്ങളും മറ്റുള്ള ആളുകളെ യേശുവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവരായിരിക്കണം. ആ നക്ഷത്രം പൂജരാജാക്കന്മാരെ ബേദർഹത്തെ കാലിത്തൊഴുത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പോലെ മറ്റുള്ള മനുഷ്യരെ യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നക്ഷത്രങ്ങളായി മാറണം ഞാനും നിങ്ങളും. വി ഷുഡ് ബി സ്റ്റാർസ്. നമ്മൾ നക്ഷത്രങ്ങളായിരിക്കണം. ഇനി വെറുതെ നക്ഷത്രമായാൽ മാത്രം പോരാ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളായിരിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ കാണാൻ കഴിയില്ല. എങ്ങനെയാണ് മിന്നിത്തിളങ്ങുക? നമ്മുടെ സൽപ്രവൃത്തികളാൽ, പരസ്നേഹ പ്രവൃത്തികളാൽ. ലൂക്ക 10:25-37
നല്ല ശമറായൻ ഉപമ അരുളി ചെയ്തുകൊണ്ട് കർത്താവ് വ്യക്തമായിട്ട് നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് മിന്നിത്തിളങ്ങുക എന്ന. അവശനായി കിടക്കുന്ന വ്യക്തിയുടെ അരികിൽ ചെന്ന് അവന്റെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടി കൊടുക്കുന്ന നല്ല ശമറായൻ, അവനെടുത്ത് കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നല്ല ശമറായൻ, സത്രം സൂക്ഷിപ്പുകാരന് വേണ്ട പണം കൊടുത്തുകൊണ്ട് ഇനിയും വേണമെങ്കിൽ തിരിച്ചു വരുമ്പോൾ തരാമെന്ന് പറയുന്ന നല്ല ശമറായൻ, ആ നല്ല ശമറായന്റെ മാതൃക അനുകരിച്ചുകൊണ്ട് തിരുവചനം ലൂക്ക 10:37 പറയുന്നില്ലേ, നീയും പോയി അതുപോലെ ചെയ്യുക. അതാണ് മിന്നിത്തിളങ്ങാനുള്ള മാർഗം. അതാണ് മിന്നിത്തിളങ്ങാനുള്ള മാർഗം. അത് മാത്രമാണ് മിന്നിത്തിളങ്ങാനുള്ള മാർഗം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മിന്നിത്തിളങ്ങിക്കൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ കൈപ്പറ്റി അവരെയും കൂട്ടി യേശുവിന്റെ അരികിലേക്ക് പോകാം. നമുക്ക് ഈ ക്രിസ്മസിന്റെ അവസരത്തില് പുൽക്കൂടിന്റെ അരികിലേക്ക്, അങ്ങനെ അവിടുത്തെ നമുക്ക് ആരാധിക്കാം, നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്. ഈ ക്രിസ്മസ് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു ക്രിസ്മസായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും കൂട്ടായ്മയിൽ ഒരുമയോടെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാം, ദൈവത്തിന്റെ സ്നേഹം പങ്കുവെക്കാം. അങ്ങനെ ക്രിസ്മസ് ആഘോഷം ഏറ്റവും ഭംഗിയാക്കി തീർക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ ചെറുപ്പകാലത്ത് ഓടി നടന്ന് അടുത്ത വീടുകളിലൊക്കെ പുൽക്കൂട് കെട്ടുന്നത് കാണാൻ പോകാറുണ്ട്. ഞാൻ എൻ്റെ ഒരു അയൽവക്കത്തെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആ വീട്ടില് 2 പെൺകുട്ടികളും അവർക്ക് ഒരു കുഞ്ഞ് അനുജനുമാണുള്ളത്. ഞാൻ അവിടെ പുൽക്കൂട് കെട്ടുന്ന പെൺകുട്ടികള് 8ലും 6ലും പഠിക്കുന്ന 2 പെൺകുട്ടികള്, സ്കൂളിൽ ചേരാൻ പോകുന്ന ആൺകുഞ്ഞ് ഇവരെ പുൽക്കൂട് കെട്ടുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവരുടെ പുൽക്കൂട് കെട്ടലൊന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. ആ പെൺകുട്ടികള് വളരെ കഷ്ടപ്പെട്ട് ഒരു കസേര കൊണ്ടുവന്നിട്ട് അതിന് 4 കാലെല്ലാം പിടിപ്പിച്ച് ആ 4 കാലയില് ചെറിയ വടികൾ വെച്ച് കെട്ടി അതിൽ കുറച്ച് വൈക്കോലൊക്കെ ഇങ്ങനെ വെച്ച് കുറേശ്ശെ കെട്ടി 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 ഒരു പുൽക്കൂടിന്റെ ഷേപ്പ് ഏകദേശം ആകുമ്പോൾ ഈ കുസൃതി കുട്ടൻ ആൺകുട്ടി വന്നിട്ട് അതിന്റെ കാലങ്ങോട്ട് ഇളക്കി അതെല്ലാം കേടാക്കിയിട്ട് അവൻ ഒറ്റ ഓട്ടം ഓടും. വീണ്ടും അവൻ അകലെ പോയി നിൽക്കും. ഈ കുട്ടികൾ അമ്മേ എന്ന് പറഞ്ഞ് കാറി വിളിക്കുന്നുണ്ട്. കാരണം അവരുടെ കുറെ സമയത്തെ ജോലിയാണ് ആ കൊച്ച് നശിപ്പിച്ച് കളഞ്ഞത്. ഉടനെ അമ്മ വരും അടുക്കളയിൽ നിന്നും. അമ്മ വന്നിട്ട് ഈ ആൺകുട്ടിയോട് അമ്മയ്ക്ക് ഒരു ചെറിയ സ്നേഹം കൂടുതലുണ്ട്. എടാ നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ശിക്ഷിക്കാതെ അമ്മ അടുക്കളയിലേക്ക് തിരിച്ചു പോകും. ഇവൻ അങ്ങോട്ട് മാറി നിൽക്കും. ഈ പെൺകുട്ടികളെ വീണ്ടും പുൽക്കൂട് കെട്ടൽ ആരംഭിക്കും. അത് കെട്ടി ഏകദേശം പൂർത്തിയാകാറാകുമ്പോൾ ഇവൻ വീണ്ടും വരും, കാലിട്ട് ഇളകി അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് ഇവൻ വീണ്ടും ഓടും. ഇവര് വീണ്ടും അമ്മയെ കാറി വിളിക്കും. അമ്മ വരും, എടാ നീ അങ്ങനെ ചെയ്യരുത്. അമ്മ വീണ്ടും അടുക്കളയിലേക്ക് പോകും. മൂന്നാമതും ഇവരെ പുൽക്കൂട് കെട്ടി ഏകദേശം തീരാറാവുന്ന സമയത്ത് ഈ കുസൃതിക്കുട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. വരുന്ന കണ്ട വഴിക്ക് ഈ 2 പെൺകുട്ടികളും കൂടി ഓടിച്ചെന്ന് ആ ആൺകുട്ടിയുടെ കുസൃതിക്കുട്ടന്റെ 2 കൈയും പിടിച്ച് ബലമായിട്ട് പിടിച്ച് അവനെ കൊണ്ടുപോയിട്ട് ഒരു മുറിയിൽ കൊണ്ട് ഇട്ടിട്ട് വാതിലടച്ച് പുറത്തുനിന്ന് കുറ്റിയിട്ടു. അതിനുശേഷം അവര് ആ പുൽക്കൂട് കെട്ടൽ പൂർത്തിയാക്കി ഉണ്ണീശ്വരൻ രൂപമൊക്കെ അവിടെ വെച്ച് ആ പിള്ളേർ പോയി. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കാറുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചിന്തിക്കുക, നമ്മുടെ ഇവിടെയും കർത്താവിനെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തികളും ശക്തികളുമുണ്ട്. ഈ വ്യക്തികളെയും ശക്തികളെയും മാറ്റി നിർത്താതെ യേശുവിനെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ പറ്റത്തില്ല. അതിന് ശക്തമായ നിലപാട് തന്നെ സ്വീകരിച്ചു വെക്കൂ. വെറുതെ
കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള വ്യക്തികളെ, ശക്തികളെ മാറ്റി നിർത്തുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഞാൻ ഏവർക്കും നേരുകയാണ്. ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.